നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് ജീവിക്കണം. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാ അച്ഛനെന്ന് പോലും നോക്കാതെ ഞാൻ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോനെ, നിന്റെ നല്ലതിനു വേണ്ടിയാ പല കാര്യങ്ങളും ഞാൻ സമ്മതിക്കാതിരുന്നത്. അറിയാം, അതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ പറയുന്നത് കേൾക്കാതെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന എനിക്ക് ജീവിതകാലം മുഴുവൻ ചീഫ് എഞ്ചിനീയറുടെ കാൽ ചുവട്ടി ജീവിക്കാൻ പറ്റില്ല. എടാ, നിന്റെ ജീവിതം ശ്രേയയുടെ കാൽ കീഴിലായിരിക്കും, നീ അവളുടെ അടിമയായിരിക്കും എന്നൊക്കെ ആര് പറഞ്ഞടാ? എടാ, കല്യാണം കഴിഞ്ഞ് നീ അവളുടെ ഭർത്താവായിട്ടാ ജീവിക്കാൻ പോകുന്നത്. രണ്ടും ഒന്ന് തന്നെയാ. എന്റെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ചീഫ് എഞ്ചിനീയറിന്റെ ഭർത്താവ് എന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ച് ഞാൻ ജീവിക്കണോ? എടാ, ചീഫ് എഞ്ചിനീയറുടെ ഭർത്താവുന്നത് നിനക്ക് അഭിമാനമല്ലേടാ? ഒരഭിമാനമില്ല. അരവിന്ദൻ ആരാ? ഈ ബാലമാഷിന്റെ മകനാ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിന്റെ ചേട്ടൻ. അന്തസ്സും അഭിമാനവുമുള്ള ആയിരപ്പറ കുടുംബത്തിന്റെ അവകാശി. ഇതിപരം എനിക്ക് എന്ത് വേണമേ? എനിക്ക് ഇത്രയും ലേബലുള്ളപ്പോ ഒരു ഭർത്താവ് ഉദ്യോഗം എനിക്കെന്തിനാ? ശ്രേയെ കല്യാണം കഴിച്ചാ അവളുടെ ഭർത്താവ് എന്ന ലേബലിൽ മാത്രം ജീവിക്കേണ്ടി വരും. ആയിരപ്പറ എന്ന പേര് എന്നീന്ന് മാഞ്ഞു പോകും. ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു ഭാര്യയെ കിട്ടാനാ, അല്ലാതെ ചീഫ് എഞ്ചിനീയർക്ക് ഭർത്താവിനെ കിട്ടാനല്ല. മോനെ, അമ്മേ മതി, ഇനി ഒന്നും പറയണ്ട. എനിക്ക് കല്യാണവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. എടാ, നീ പറയുന്നത് ശരിയല്ല. നീ പറഞ്ഞിട്ടല്ലേടാ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ തുടങ്ങി വെച്ചത്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ? എന്റെ തീരുമാനം എനിക്ക് വലുത്. എടാ, അരവിന്ദേട്ട, ഒരുപാട് സന്തോഷമായി. അരവിന്ദേട്ടൻ മാറിയല്ലോ. എന്റെ ഈ മാറ്റത്തിന് മുമ്പ് നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. നീ അങ്ങനെ പറഞ്ഞാലും നിന്നോട് ഞാൻ ചെയ്തത് തെറ്റാ. എന്റെ ജീവിതം എന്റെ ഇഷ്ടത്തിന് വേണമെന്ന് ഞാൻ ചിന്തിച്ചോളൂ. അത് നിന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. നിന്നെക്കുറിച്ച് ഞാൻ ഓർക്കാതെ പോയി. ആകാശേ, സോറിടാ. അരവിന്ദേട്ടാ, മോനെ, എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിന്നെ ഓർത്ത് വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോ നിന്നെ ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. മോനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ നിന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നീ നന്നാവുമായിരുന്നു. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. എന്തിനാ അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? അച്ഛൻ പറയുന്നത് കേൾക്കാതെ കുരുത്തം കെട്ടവനായി നടന്നത് ഞാനല്ലേ? ഞാനാ അച്ഛനോട് മാപ്പ് പറയേണ്ടത്. അയ്യേ, മാപ്പൊന്നും പറയണ്ട മോനെ. ഈ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു.
ദാ, ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ നീ ഒരു ഫ്രോഡാ. ആദ്യം നിന്റെ അനിയൻ ശ്രേയെ സ്നേഹിച്ച് ചതിച്ചു, ഇപ്പൊ നീയും. ആ പാവം പെണ്ണിന്റെ ശാപമൊക്കെ നിന്നെ രണ്ടിനും വെറുതെ വിടില്ല. വേണ്ട, വിടണ്ട. അമ്മ എന്ന് പോയേ.